വെല്ലൂർ പോയിക്കോ, നിനക്ക് ഒരു അസുഖം വരില്ല, ആ തടിപ്പ് പോലും നിനക്ക് അവിടെ വെല്ലൂർ ചെന്ന് ചികിത്സയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ കാണില്ല എന്ന് പറഞ്ഞു. അവൾ കുറേ കരഞ്ഞൊക്കെ വിഷമിച്ചാണ് പോയതെങ്കിലും അവിടെ ചെന്ന് ഈ റിസൾട്ട് കാട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, എന്നെ ശരിക്കും കാണിച്ചു തന്ന ഇതാണ് ആ തടുപ്പെന്ന് പറഞ്ഞ് കാണിച്ചു തന്നതെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് സംശയമാണ്, ഇവിടുന്ന് ഞാനൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു തടിപ്പ് പോയിട്ട് ഒന്നുമില്ല അവരുടെ ശരീരത്തിൽ. അപ്പോൾ പിന്നെ അവൾക്ക് എന്നാൽ പിന്നെ ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞേ, എനിക്ക് അത്ര ഉറപ്പില്ല, എനിക്ക് ക്ലിയർ ആയിട്ട് പോകണമെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, എല്ലാ ടെസ്റ്റുകളും ഇവിടുന്ന് തന്നെ അങ്ങ് നടത്താം, നിങ്ങൾക്ക് ബോധ്യമായിട്ട് പോയാൽ മതി, പകുതി ഉറപ്പിലില്ലാണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. ഒരു 10-35,000 രൂപ, കാരണം അവൾ ചികിത്സയ്ക്കായിട്ട് പോയതിനെക്കാട്ടി കൂടുതൽ എല്ലാ ടെസ്റ്റുകളും നടത്തി. അതിൻ്റെ റിസൾട്ട് എൻ്റെ ഫോണിലേക്ക് അയച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ടെസ്റ്റിലും അവൾക്ക് ഒരു കുഴപ്പവുമില്ല, അവളുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റേതായ ഒരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് റിസൾട്ട് കിട്ടിയിട്ടാണ് അവൾ വെല്ലൂരിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ആ ഒരു നിയോഗം കൂടി എനിക്ക് പൂർണ്ണമായിട്ടും മാധവ് സാധിച്ചു തന്നു. പിന്നെ ഒരു കാര്യം, എൻ്റെ അമ്മയാണ്. അമ്മ ഇന്നൊരു 10 വർഷത്തോളമായി ഒരു സൈഡ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് കിടപ്പാണ്. സംസാരിച്ച് കഴിഞ്ഞാലും മെല്ലെ ചെറിയ കുഞ്ഞു കുട്ടികൾ കുഞ്ഞപ്പോട് കൂടി പറയുന്ന പോലെയാണ് നമുക്ക് തിരിയുള്ളൂ. ഏറ്റു നടക്കാൻ ഒട്ടും സാധിക്കില്ല. 70 വയസ്സോളം ഉണ്ട്. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ ആയതാണ്, ഇപ്പോൾ 70 വയസ്സോളം ആവാനായി. ഇത്രയും നാളും അമ്മ കിടപ്പായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് അമ്മയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലതുവശമാണ് തളർന്നു പോയത്. ആ തളർന്നു പോയ ഒരു കയ്യോ കാലോ നമ്മൾക്ക് ഒന്ന് കുളിപ്പിക്കണമെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു മരത്തടി എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്ന പോലെ. കാരണം ആ കൈക്ക് ഒരു മയവും ഇല്ല, നമുക്കൊന്ന് പിടിക്കാൻ പറ്റില്ല, ഒന്ന് കുളിപ്പിക്കുമ്പോൾ ഒന്ന് പിടിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മരത്തടി എങ്ങനെയാണോ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നത് അതേപോലെയായിരുന്നു കാലും കൈയും അവരുടെ അവസ്ഥ. ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മേനോട് പറഞ്ഞു, അമ്മ ഒരു 3 മാസം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു പറഞ്ഞു. ഞാൻ ഒരു 3 മാസം അമ്മേനെ എൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. ഉടമ്പടി വസ്തുക്കളൊക്കെ അമ്മയ്ക്ക് സ്ഥിരം കൊടുത്തു. പ്രാർത്ഥനയിലൊക്കെ അമ്മേനെ പങ്കാളികളാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അമ്മയ്ക്ക് നമ്മുടെയൊക്കെ ശരീരം എങ്ങനെയാണോ, ഒരു മയമുള്ള ഒരു കുഞ്ഞു കുട്ടികളുടെ ശരീരം എങ്ങനെയാണോ അതേപോലെ സോഫ്റ്റായി, അമ്മയുടെ കൈയും കാലും ഒക്കെ സോഫ്റ്റായി. അമ്മയ്ക്ക് ഏറ്റു നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ചെയറിൽ ഇരുത്തി കഴിഞ്ഞാൽ അമ്മ അടുക്കളയിലുള്ള എല്ലാ പണികളും ചെയ്യും. ഒരു വീട്ടിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ അടിച്ചു വരണോ, പാത്രം കഴിയണോ, എല്ലാ കാര്യങ്ങളും ചെയ്യും. അത്രയ്ക്ക് മാത്രം